അപ്പോൾ സ്പീഡിങ് അപ്പ് സ്ലോയിങ് ഡൗൺ എന്ന കൺസെപ്റ്റിന്റെ പ്രോബ്ലംസ് ആണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള പൊസിഷൻ ടൈം ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ് ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 6t സ്ക്വയർ. അപ്പൊ ഞാൻ ഇതിന് വേണ്ട രീതിയിൽ ഇയാളുടെ ഡെറിവേറ്റീവ് എടുക്കുന്നു. 3t സ്ക്വയർ മൈനസ് 12t. അടുത്ത എസ് ഡബിൾ ഡാഷ് ടി എടുക്കുന്നു. 6t മൈനസ് 12. രണ്ട് ഡെറിവേറ്റീവ് എടുത്തു. അതിനുശേഷം ഞാൻ ഈ രണ്ട് ഡെറിവേറ്റീവിനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുകയാണ്. എസ് ഡാഷ് ഓഫ് ടി, അതായത് എസ് ഡാഷ് ഓഫ് ടി നമ്മുടെ വെലോസിറ്റി ആണ്. എസ് ഡബിൾ ഡാഷ് ഓഫ് ടി നമ്മുടെ ആക്സലറേഷൻ ആണ്. ഈ കാര്യം ഓർമ്മ വേണം. എസ് ഡാഷ് ഓഫ് ടിയെ ഞാൻ സീറോക്ക് ഇക്വേറ്റ് ചെയ്തു. അതായത് 3t സ്ക്വയർ മൈനസ് 12t ഈക്വൽ ടു 0. ഇവിടെ ഞാൻ 3t കോമൺ ആയി എടുക്കുമ്പോൾ t മൈനസ് 4 എന്ന് വരും. This happens if t is equal to 0 and t is equal to 4. t is equal to 0യും t is equal to 4. ഇനി നെക്സ്റ്റ് എസ് ഡബിൾ ഡാഷ് ഓഫ് ടിയെ ഞാൻ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ ആക്സലറേഷനെ സീറോക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. That will be 6t minus 12 is equal to 0. That is t is equal to 2. t is equal to 2. സോ നമ്മൾ നേരെ നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഞാൻ ഈ ആദ്യം നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ടി is equal to 0യും ടി is equal to 4. നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം, ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് നെഗറ്റീവ് ടൈമിനെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അതായത് സീറോയ്ക്ക് ശേഷമുള്ള പോയിന്റ്സിനെ നോക്കി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. സീറോയ്ക്ക് മുൻപുള്ള പോയിന്റ്സ് നോക്കിയാൽ മതി. therefore ടി ഇവിടെ ഞാൻ 1 ചൂസ് ചെയ്യുന്നു. ഇവിടെ 4ന് ശേഷം ഞാൻ ഇവിടെ 5 ചൂസ് ചെയ്യുന്നു. 4ന് ശേഷം 5 ചൂസ് ചെയ്യുന്നു. ഡൺ. എന്നിട്ട് ഈ വാല്യൂവിനെ ഞാൻ എഫ് ഡാഷിൽ എസ് ഡാഷിൽ കൊടുക്കുന്നു. എസ് ഡാഷ് ഓഫ് 1, അതായത് വെലോസിറ്റിയുടെ സൈൻ നോക്കാനാണ് കേട്ടോ. വെലോസിറ്റിയുടെ സൈൻ നോക്കാനാണ് വി ഓഫ് 1. therefore 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 into 1 square minus 12 into 1 minus 9 നെഗറ്റീവ്. വെലോസിറ്റി അവിടെ നെഗറ്റീവ് ആണ്. ഇനി അതേസമയം നമുക്ക് 5 കൊടുക്കുമ്പോൾ വി ഓഫ് 5, ദാറ്റ് ഇസ് എസ് ഡാഷ് ഓഫ് 5 കൊടുക്കുമ്പോൾ 3 into t square 75 minus 12 into 5 60. That is equal to 15 greater than 0. അപ്പൊ ആ ഭാഗത്ത് വെലോസിറ്റി പോസിറ്റീവ് ആണ്. അപ്പൊ വെലോസിറ്റിയുടെ സൈൻ നമുക്ക് കിട്ടി. അതായത് ഇന്റർവെൽ 0 to 4 വരെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതേസമയം 4 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ വെലോസിറ്റി പോസിറ്റീവ് ആണ്. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എസ് ഡബിൾ ഡാഷ്, അതായത് ആക്സലറേഷനെ 0ന് ഇക്വേറ്റ് ചെയ്യാം. 0ന് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന നമ്പർ ലൈനിനെ മാർക്ക് ചെയ്യാം. 2. ഞാൻ പറഞ്ഞു എന്റെ വാല്യൂ ഒരിക്കലും 0 കടന്നു പോവില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് 0 മാർക്ക് ചെയ്തു. ഇതിന്റെ രണ്ടുപേരുടെ ഇടയിൽ 1നെ എടുത്തു. ഇതിന്റെ ഇടയിൽ 3നെ എടുത്തു. ഇവരെ രണ്ടുപേരെയും ഞാൻ എന്ത് ചെയ്തു? എസ് ഡബിൾ ഡാഷിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട്, അതായത് ആക്സലറേഷനിൽ കൊടുക്കുന്നു. എ ഓഫ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന എ ഓഫ് 1 എന്ന് പറയുമ്പോൾ എസ് ഡബിൾ ഡാഷ് ഓഫ് 1, therefore that will be 6 into 1 minus 12. 6 into 1 minus 12, that is minus 6. നെഗറ്റീവ് ആണ്. ഇനി ആക്സലറേഷൻ 3, എസ് ഡബിൾ ഡാഷ് ഓഫ് 3, 6 into 3 18 minus 12, 6 പോസിറ്റീവ് ആണ്. അതായത് എനിക്ക് ഇവിടത്തെ കൺക്ലൂഷൻ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നു. അതായത് ഇന്റർവൽ 0 to 2 വരെ നെഗറ്റീവ് ആണ്. അതായത് ആക്സലറേഷൻ നെഗറ്റീവ്.
ഇനി അടുത്ത 2ന് ശേഷം 2 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. ആക്സലറേഷൻ പോസിറ്റീവ്. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് നേരെ നമ്പർ ലൈനിൽ ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. നമ്പർ ലൈൻ ഒന്നും കൂടെ മാർക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞതനുസരിച്ച് 0 മുതൽ 4 വരെ വെലോസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. 4 മുതൽ ഇങ്ങോട്ട് വെലോസിറ്റി പോസിറ്റീവ് ആണ്. ഇനി ഇവിടെ 0 മുതൽ 2 വരെ ആക്സലറേഷൻ ഇവിടെ തൊട്ട് ഇവിടെ വരെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. പിന്നെ 2 മുതൽ ഇങ്ങോട്ട് ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 മുതൽ 2 വരെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, വെലോസിറ്റി നെഗറ്റീവ് ആണ്. 0 മുതൽ 2 വരെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്, വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതായത് 0 മുതൽ 2 വരെ സ്പീഡിങ് അപ്പ് ആണ്. സ്പീഡിങ് അപ്പ്. ഇനി അടുത്ത 2 മുതൽ 4 വരെ ആക്സലറേഷൻ പോസിറ്റീവും വെലോസിറ്റി നെഗറ്റീവുമാണ്. അതായത് ഇന്റർവൽ 2 മുതൽ 4 വരെ സ്ലോയിങ് ഡൗൺ ആണ്. ഇനി 4ന് ശേഷം ആക്സലറേഷനും പോസിറ്റീവ് ആണ്, വെലോസിറ്റിയും പോസിറ്റീവ് ആണ്. അപ്പൊ ആ ഇന്റർവെല്ലും, അതായത് 4 മുതൽ ഇൻഫിനിറ്റി വരെയും സ്പീഡിങ് അപ്പ് ആണ്. കഴിഞ്ഞു. അപ്പൊ സ്പീഡിങ് അപ്പ് ഇൻ ദ ഇന്റർവൽ 0 to 0 to union for infinity. 0 to union for infinity, സ്പീഡിങ് അപ്പ്. അതിനുശേഷം 2 മുതൽ 4 വരെ സ്ലോയിങ് ഡൗൺ. 2 മുതൽ 4 വരെ വി ഹാവ് സ്ലോയിങ് ഡൗൺ. ഡൺ. ഇത്രയേ ഉള്ളൂ. സിമ്പിളായി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സർ. ശരി. ഇനി നമ്മള് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലത്തെ മറ്റൊരു പ്രോബ്ലം ചെയ്യുകയാണ്. S of t equal to 2t cube minus 21t squared plus 60t plus 3. നമ്മളിവിടെ എസ് ഡാഷ് കണ്ടുപിടിക്കുന്നു. എസ് ഡാഷ് ഈസ് ഈക്വൽ ടു 60 സ്ക്വയർ minus 42t plus 60. That is called your velocity. And this is 12t minus 42. That is your acceleration. Right. Now, ഇതിനെ എന്ത് ചെയ്യുന്നു? ഇക്വേറ്റ് ചെയ്യുന്നു. 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എസ് ഡാഷ് ഓഫ് ടി യെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. minus 42t plus 60 equal to 0. 6 കോമൺ ആണ്. ഞാൻ 6 കോമൺ എടുക്കുന്നു. അപ്പൊ t സ്ക്വയർ minus 7t plus 10 equal to 0. അതായത് പ്രോഡക്റ്റ് 10ഉം സമ്മ് 7. പ്രോഡക്റ്റ് 10ഉം സമ്മ് 7. അതായത് 5 മൈനസ് 5ഉം മൈനസ് 2. Therefore, t കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ t മൈനസ് 5 വന്നു. ഇവിടെ -2 കോമൺ എടുക്കുമ്പോൾ t മൈനസ് 5 again. t മൈനസ് 5 കോമൺ എടുക്കുമ്പോൾ നമുക്ക് t മൈനസ് 2 എന്ന് കിട്ടും. Therefore, t equal to 5, t is equal to 2.
എസ് ഡാഷ് ഓഫ് ടി 0 എന്ന പോയിന്റ്സ് കിട്ടി. ഇനി എസ് ഡബിൾ ഡാഷ്, അതായത് നമ്മുടെ ആക്സലറേഷൻ എസ് ഡബിൾ ഡാഷ് ഓഫ് ടി equal to 12t minus 42, ഇത് 0 ആകണം. അതായത് t is equal to 42 by 12. t is equal to 42 by 12. That will be 6 കളയുമ്പോൾ 7 by 2. 7 by 2. 7 by 2 ആണ്. അതായത് 3.5. 3.5. ഇതാണ് നമ്മുടെ എസ് ഡാഷ് ഓഫ് ടി. നമ്പർ ലൈൻ എടുക്കുന്നു, മാർക്ക് ചെയ്യുന്നു. നമുക്കൊരിക്കലും 0 കഴിഞ്ഞ് പോകാൻ കഴിയില്ല. ഇവിടെ 2 മാർക്ക് ചെയ്യുന്നു, ഇവിടെ 5 മാർക്ക് ചെയ്യുന്നു, ഇവിടെ 1 ചൂസ് ചെയ്യുന്നു, ഇവിടെ 3 ചൂസ് ചെയ്യുന്നു, ഇവിടെ 6 ചൂസ് ചെയ്യുന്നു. ഇവരെ എല്ലാവരെയും എസ് ഡാഷിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എസ് ഡാഷ് ഓഫ് 1, എസ് ഡാഷ് ഓഫ് 1 മീൻസ് 6 മൈനസ് 42 പ്ലസ് 60 പോസിറ്റീവ് ആണ്. 66 മൈനസ് 42 പോസിറ്റീവ് ആണ്. എസ് ഡാഷ് ഓഫ് 3 എടുക്കുന്നു. That will be 6 into 9 minus 42 into 3 plus 60. 6 into 9 is 54 minus 42 into 3 is 80, 120, 126 plus 60. This is going to be negative. Now, now S dash of 6. That will be 6 into 6 square, 36. Minus 42 into 6 plus 60. 6 into 42. 6 into 36 എന്ന് പറയുമ്പോൾ 216. Minus 42 into 6 എന്ന് പറയുമ്പോൾ 252 plus 60. Obviously ഇത് പോസിറ്റീവ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല, കാരണം എനിക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ മതി, അല്ലാതെ അതിന്റെ എക്സാക്ട് വാല്യൂ ഒന്നും വേണ്ട. അപ്പൊ ഇത് എന്തായിരിക്കും? ഈ വാല്യൂകളാണ്. ഡൺ. അപ്പൊ നമ്മൾ എന്താണ് സൈൻ തീരുമാനിക്കുന്നു. 0 മുതൽ 2 വരെ പോസിറ്റീവ് ആണ്, 2 മുതൽ 5 വരെ നെഗറ്റീവ് ആണ്, 5ക്ക് ശേഷം വീണ്ടും പോസിറ്റീവ് ആണ്. അപ്പോ 0 മുതൽ 2 വരെയും യൂണിയൻ, പിന്നെ എന്താണ് 5ക്ക് ശേഷവും വെലോസിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അതേസമയം 2 മുതൽ 5 വരെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. ഇനി അടുത്ത് നമുക്ക് എസ് ഡബിൾ ഡാഷ് ഓഫ് ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. നേരെ നമ്പർ ലൈൻ വരച്ചു. നമുക്ക് എസ് ഡബിൾ ഡാഷ് ഓഫ് ടി 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് 3.5 ആണ്. 3.5 മാർക്ക് ചെയ്തു. ഇവിടെ 0 ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ 1നെ ചൂസ് ചെയ്തു, ഇവിടെ നിന്ന് ഞാൻ 4നെ ചൂസ് ചെയ്തു. എസ് ഡബിൾ ഡാഷിന്റെ അകത്ത് 1 കൊടുത്തു. 12 into 1 minus 42. 12 into 1 minus 42. It is negative. In S double dash of 4, 12 into 4 minus 42. 12 into 4 എന്ന് പറയുമ്പോൾ 48 minus 42 ആണ് ഗ്രേറ്റർ ദാൻ 0. അതായത് 0 മുതൽ 7/2 വരെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ആക്സലറേഷൻ നെഗറ്റീവ്. അടുത്ത് നമ്മുടെ 7/2 മുതൽ പിന്നെ അങ്ങോട്ട് ഇൻഫിനിറ്റി വരെ ഇയാൾ പോസിറ്റീവ് ആണ്. ആക്സലറേഷൻ പോസിറ്റീവ്. നൗ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈൻ വീണ്ടും വരയ്ക്കുകയാണ്. ഒരു കാര്യം വ്യക്തത ഉണ്ടാവാനാണ്. 0 വരച്ചു, 2 വരച്ചു, 5 വരച്ചു. ഇനി നമ്മുടെ എന്താണ് ഇതിന്റെ കാര്യം, ഡബിൾ ഡാഷിന്റെ കാര്യത്തിൽ 3.5 വരച്ചു.
0 മുതൽ 2 വരെ 0 മുതൽ 2 വരെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. 2 മുതൽ 5 വരെ വെലോസിറ്റി പോസിറ്റീവ് ആണ്. 2 മുതൽ 5 വരെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. 5ക്ക് അങ്ങോട്ട് വെലോസിറ്റി പോസിറ്റീവ്. നൗ താഴെ വരയ്ക്കുന്നു. 0 മുതൽ 3/2 വരെ 7/2 വരെ ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അതിനുശേഷം ഇതിനു ശേഷം അങ്ങോട്ട് ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. നൗ 0 മുതൽ 2 വരെ വെലോസിറ്റി പോസിറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. 0 മുതൽ 2 വരെ വെലോസിറ്റി പോസിറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. എന്താണ്, സൈനിന് ചേഞ്ച് ഉണ്ട്. സൈൻ ഡിഫറന്റ് സൈൻ ആണ്. സ്ലോയിങ് ഡൗൺ. ഇനി 2 മുതൽ 3.5 വരെ വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് 2 മുതൽ 7/2 വരെ സ്പീഡിങ് അപ്പ്. രണ്ടിനും സെയിം സൈൻ ആണ്. അതുകൊണ്ട് സ്പീഡിങ് അപ്പ്. 3.5 മുതൽ 5 വരെ വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 7/2 മുതൽ 5 വരെ സ്ലോയിങ് ഡൗൺ. 5ന് ശേഷം വെലോസിറ്റിയും പോസിറ്റീവ് ആണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. അതായത് 5 തൊട്ട് ഇൻഫിനിറ്റി വരെ സ്പീഡിങ് അപ്പ്. 5 തൊട്ട് ഇൻഫിനിറ്റി വരെ സ്പീഡിങ് അപ്പ്. ഡൺ. ഇനി അടുത്ത ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വെലോസിറ്റി നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ ഇവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം സഞ്ചരിക്കുന്നത്. അതായത് നേരെ പോകേണ്ടതിന് പകരം തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, നമ്മുടെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റിലേക്ക് അത് സഞ്ചരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് വെലോസിറ്റി നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഈ ഭാഗത്ത് വെലോസിറ്റി പോസിറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്ത ഡയറക്ഷനിലേക്കാണ് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നൗ വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. അതായത് ഇയാള് 0 മുതൽ 2 വരെ ആ ഒരു 2 സെക്കൻഡ് ആയിരിക്കും ടൈം. ആ സെക്കൻഡിലായിരിക്കും എന്തെങ്കിലും മറന്നു പോയതായിട്ട് അയാൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അയാൾ ആക്സലറേഷൻ കുറച്ചു. കാരണം ഡയറക്ഷൻ തിരിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അയാൾ സ്ലോ ഡൗൺ ചെയ്തതാണ്. 2 എന്ന പോയിന്റിന് ശേഷം അയാൾ വണ്ടി തിരിച്ചു. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അതുകൊണ്ടാണ് വെലോസിറ്റി നെഗറ്റീവ് ആയത്. അപ്പൊ നെഗറ്റീവ് ഡയറക്ഷനാണ് അവിടെ സംഭവിച്ചത്. ഈ ഭാഗത്ത് നെഗറ്റീവ് ഡയറക്ഷനാണ്. നൗ അടുത്ത് നെഗറ്റീവ് ഡയറക്ഷനിൽ അയാൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ എത്താറായി. അതായത് വീട്ടിലെത്താറായി. അപ്പൊ വീട്ടിലെത്തിയല്ലോ. ഇനി എന്താണോ കാര്യം അത് എടുത്തതിന് ശേഷം തിരിച്ചു വരണം. അപ്പം വീട്ടിലെത്തിയത് കൊണ്ട് സ്ലോ ഡൗൺ ചെയ്തു. 3.5 മുതൽ 5 വരെ സ്ലോ ഡൗൺ ആണ്. അവിടെ വെലോസിറ്റി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. ഇനി അടുത്ത 5 മുതൽ അങ്ങോട്ട് ഓക്കെ ഡൺ. പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് ഡയറക്ഷൻ. വേറെ ഒന്നും നോക്കണ്ട. വെലോസിറ്റിയുടെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ യു വിൽ ബി ഹാവിംഗ് ദ പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് ഇൻ എ പോസിറ്റീവ് ഡയറക്ഷൻ. ഇപ്പോ വെലോസിറ്റിയുടെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ ദ പാർട്ടിക്കിൾ വിൽ ബി മൂവിങ് ഇൻ എ നെഗറ്റീവ് ഡയറക്ഷൻ. അത് മനസ്സിലായ അവസാനം പറഞ്ഞ കാര്യം? മനസ്സിലായി സർ. ശരി, ഡൺ. അപ്പൊ ഇതാണ് എനിക്ക് എന്തിന്റെ കാര്യത്തിൽ പറയാനുള്ളത്, നമ്മുടെ റെക്റ്റിലീനിയർ മോഷനിൽ പറയാനുള്ളത്. റെക്റ്റിലീനിയർ മോഷനിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന വെലോസിറ്റി ആണ്, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അതിനുശേഷം നമുക്ക് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ വെച്ചിട്ട് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. വെലോസിറ്റി നെഗറ്റീവ് ആണ് എങ്കിൽ ഡയറക്ഷൻ നെഗറ്റീവ് ആണ്, വെലോസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. അതിനുശേഷം സ്പീഡിങ് അപ്പ് സ്ലോയിങ് ഡൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്. സ്പീഡിങ് അപ്പും സ്ലോയിങ് ഡൗൺ.
വെരി സിമ്പിൾ തിങ്. നൗ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് റോൾസ് തിയറം. ഇറ്റ് ഇസ് കോൾഡ് റോൾസ് തിയറം. റോൾസ് തിയറം. എന്താണ് റോൾസ് തിയറം? റോൾസ് തിയറം നിങ്ങൾ +2 മിക്കവാറും പഠിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടാകണം. അത് ആ ഒരു കാര്യത്തെപ്പറ്റി ഒരു ചാപ്റ്റർ തന്നെ ഇവിടെ ഉണ്ട്. ആ ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കുക. എഫ് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. അതേ എഫ് അതിന്റെ കറസ്പോണ്ടിങ് ആയ ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. നിങ്ങൾ നോക്കണം, ഫംഗ്ഷൻ എഫ് ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. അതേസമയം എൻഡ് പോയിന്റുകൾ ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞപ്പോൾ സ്വീകരിച്ചില്ല. എൻഡ് പോയിന്റുകൾ ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞപ്പോൾ സ്വീകരിച്ചില്ല. കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോൾ എൻഡ് പോയിന്റ് സ്വീകരിച്ചു. ഡിഫറൻഷ്യബിലിറ്റി പറഞ്ഞപ്പോൾ എൻഡ് പോയിന്റ് സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എൻഡ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ എ ബി എന്ന ഇന്റർവെല്ലില് അത് എങ്ങനെ വേണോ ഇരിക്കാം. അത് ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ എൻഡ് പോയിന്റ്, അതായത് എ ബി എന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ മാത്രമേ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഈ എൻഡ് പോയിന്റിൽ നിങ്ങൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ആണ്. അപ്പൊ ബി എന്ന പോയിന്റിൽ ഞാൻ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റ് ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം. സിമിലർലി ഇവിടെ അത് തന്നെ അവസ്ഥ. ഈ എൻഡ് പോയിന്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, ഇങ്ങനെ ടാൻജന്റ് വരയ്ക്കാം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കൂർപ്പുള്ള സ്ഥലങ്ങളിൽ ഡെറിവേറ്റീവ് ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഈ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് കൂർപ്പുള്ള സ്ഥലം തന്നെയാണ്. കാരണം എനിക്ക് വേണ്ടത് ഈ ഇന്റർവെല്ലിന്റെ അകത്തുള്ള ഫംഗ്ഷൻ മാത്രമാണ്. അല്ലാതെ എല്ലാവരെയും ഒന്നും എനിക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പൊ ഇന്റർവെല്ലിന്റെ അകത്തുള്ള ആ ഒരു കഷ്ണം മാത്രം നോക്കുകയാണെങ്കിൽ എൻഡ് പോയിന്റിൽ സ്വാഭാവികമായ ഒരു മൂർച്ചയുണ്ട്, അല്ലെങ്കിൽ ഒരു കൂർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡിഫറൻഷ്യബിലിറ്റി സ്വാഭാവികമായിട്ടും ഡിഫൈൻഡ് ആയിരിക്കില്ല. ചിലപ്പോൾ ഈ ഒരു ഭാഗത്തിന് ശേഷം ഫംഗ്ഷൻ മര്യാദയ്ക്ക് പോകുന്നുണ്ടാവാം കേട്ടോ. ഈ ഒരു ഭാഗത്തിന് ശേഷം ഫംഗ്ഷൻ മര്യാദയ്ക്ക് പോകുന്നുണ്ടാവാം. അത് ഫംഗ്ഷന്റെ കാര്യം പോകുന്നുണ്ടാവും ഓട്ടോമാറ്റിക്സ്. പക്ഷെ എനിക്കിവിടെ വേണ്ടത് ഈ ക്ലോസ് ഇന്റർവെല്ലിലെ കഷ്ണം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂർപ്പ് വരും. അതുകൊണ്ട് തന്നെ എൻഡ് പോയിന്റുകൾ ഞാനങ്ങ് ഒഴിവാക്കുന്നു. എൻഡ് പോയിന്റിലെ ഡിഫറൻഷ്യബിലിറ്റി പറ്റി എനിക്കറിയത്തില്ല. അതാണ് അവർ കൃത്യമായി ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ഇതിനെ മാറ്റാൻ കഴിയില്ല. അതായത് കണ്ടിന്യൂസിന് തന്നെ ക്ലോസ് ഇന്റർവെല്ല് കൊടുക്കണം, ഡിഫറൻഷ്യബിലിറ്റിക്ക് തന്നെ ഓപ്പൺ ഇന്റർവെല്ല് കൊടുക്കണം. ഒരിക്കലും ഒരു കോംപ്രമൈസ് ഇവിടെ പറ്റില്ല. അതായത് ഡിഫറൻഷ്യബിലിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ക്ലോസ്ഡ് ഇന്റർവെല്ലും കണ്ടിന്യൂറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പൺ ഇന്റർവെല്ലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തിയറം തെറ്റും. അതാണ് കാര്യം. അതുകൊണ്ട് സൂക്ഷിക്കുക. അതായത് വീണ്ടും പറയുന്നു, എ ബി എന്ന ഇന്റർവെല്ല് കണ്ടിന്യൂസ് ആണ്. കൈ എടുക്കാതെ വരയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. കൈ എടുക്കാതെ വരയ്ക്കുക. കണ്ടിന്യൂറ്റി മീൻസ് കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റുക. ഇനി അടുത്ത ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി, അതായത് കൂർപ്പൊന്നും ഇല്ലാതെ വരയ്ക്കണം. ഡിഫറൻഷ്യബിലിറ്റി അതെങ്ങനെയാണ്? കൂർപ്പൊന്നും ഇല്ലാതെ വരയ്ക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല എഫ് ഓഫ് എ ഈക്വൽ ടു 0, എഫ് ഓഫ് ബി ഈക്വൽ ടു 0. എ എന്ന് പറയുന്ന വാല്യൂ കൊടുത്താലും ബി എന്ന് പറയുന്ന വാല്യൂ കൊടുത്താലും 0 ഉത്തരമായിട്ട് തരണം. നിങ്ങൾ ഫിഗർ നോക്കിയാൽ കാണാം, ഫംഗ്ഷൻ ഇങ്ങനെ ഇരിക്കും. എ എത്തിയപ്പോഴും 0-ലെത്തി, താഴെ എക്സ് ആക്സിസിനെ മുട്ടി. ബി എത്തിയപ്പോഴും 0 എത്തി, എക്സ് ആക്സിസിനെ മുട്ടി. ഇയാളെ നോക്കൂ, എ എത്തിയപ്പോഴും എക്സ് ആക്സിസിനെ മുട്ടി, ബി എത്തിയപ്പോഴും എക്സ് ആക്സിസിനെ തൊട്ടു.
ഇതാണ് സംഗതി. അപ്പൊ നമുക്ക് എന്തായാലും അതുപോലെ കുറച്ച് ഫിഗർ ചുമ്മാ വരച്ച് നോക്കാം. അതുപോലെ കുറച്ച് ഫിഗർ ചുമ്മാ വരച്ച് നോക്കാം. കൈയെടുക്കാതെ വരയ്ക്കണം. കൂർപ്പുണ്ടാകരുത്. എയിലും ബിയിലും എത്തുമ്പോൾ അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യണം. എയിലും ബിയിലും എത്തുമ്പോൾ അത് എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യണം. എ ബി ദാ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. കൂർപ്പൊന്നുമില്ല. കൈ എടുക്കാതെ തന്നെയാണ് വരച്ചത്. എയുടെയും ബിയുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്ത് എന്ത് ചെയ്യാം? ഇങ്ങനെ വരയ്ക്കാം. ബിയിലെത്തി കേട്ടോ, ബിയിലെത്തി. ഇങ്ങനെ വരയ്ക്കാം. ഇനി അടുത്ത് അതല്ല എങ്കിൽ ഇത്തിരി കൂടെ ചുരുപ്പ് നമുക്ക് കൂട്ടാം. എത്ര വേണം? നമ്മുടെ ഇഷ്ടം. ഇതാണ് അവർ ഉദ്ദേശിച്ചത്. കൈ എടുക്കാതെ വരയ്ക്കാൻ പറ്റണം. കൂർപ്പൊന്നും ഉണ്ടാകരുത്. എയിലും ബിയിലും എത്തുമ്പോൾ ഫംഗ്ഷൻ എവിടെയാണ്? എക്സ് ആക്സിസിൽ തൊടണം. ഇതാണ് അവരവിടെ ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫംഗ്ഷന്റെ ഡെഫിനിഷനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ സോറി അവിടെ ഹൈപ്പോത്തിസിസ്, അതായത് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷനിൽ പറയുന്ന അതാണ്. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിൽ, എ ബി എന്ന ഇന്റർവെലിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു സി എന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയും. എ എന്നും ബി എന്നും ഉള്ള പോയിന്റിന്റെ ഇടയിൽ നിങ്ങൾക്ക് സി എന്നൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് അയാളുടെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡെറിവേറ്റീവ് 0. നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് 0 ആകുന്നത് മാക്സിമം മിനിമം പോയിന്റുകളിലാണ്. ഡെറിവേറ്റീവ് 0 ആകുന്നതും മാക്സിമം മിനിമം പോയിന്റുകളിലാണ്. ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റ് മാക്സിമം മിനിമം പോയിന്റ്സ് ദ ഡെറിവേറ്റീവ് 0. അതായത് അവർ ഉദ്ദേശിക്കുന്നത് എയുടെയും ബിയുടെയും ഇടയില് നിങ്ങൾക്കൊരു മാക്സിമം മിനിമം പോയിന്റ്, അതായത് റിലേറ്റീവ് എക്സ്ട്രീമ പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന്. റിലേറ്റീവ് എക്സ്ട്രീമ പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്ക് ആ ഫിഗറിലേക്ക് തിരിച്ചു പോവാം. ഇതാ നോക്കൂ, എയുടെയും ബിയുടെയും ഇടയിൽ ഫംഗ്ഷന്റെ ഏറ്റവും വലിയ വാല്യൂ സംഭവിക്കുന്നത് ഇവിടെ. ഇത് മാക്സിമ വാല്യൂ ആണ്. നിങ്ങൾ എന്താണ് ടാൻജന്റ് അവിടെ വരച്ചു നോക്കൂ. ടാൻജന്റ് വരച്ചു നോക്കുമ്പോൾ അത് പാരലൽ ടു എക്സ് ആക്സസ് കാണാം. ഇവിടെ എഫ് ഡാഷ് ഓഫ് സി 0. ഇവിടെ നോക്കൂ, എയുടെയും ബിയുടെ ഇടയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ ഫംഗ്ഷൻ ഇത് ഇവിടെ സംഭവിക്കുന്നത് മിനിമയാണ്. മിനിമ ഇവിടെ നിങ്ങൾ ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ പാരലായിരിക്കുന്നത് കാണാം. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഇവിടെയും 0. ഒരു പോയിന്റ് ഉണ്ട്, എയുടെയും ബിയുടെ ഇടയിൽ നമുക്ക് സി അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മാക്സിമം, ഇവിടെ മിനിമ. നിങ്ങൾക്ക് 1 അല്ല 2 അല്ല 3 പോയിന്റ് കണ്ടുപിടിക്കാൻ കഴിയും. ഒരെണ്ണമെങ്കിലും കണ്ടുപിടിക്കാൻ പറയുന്നതാണ് തിയറം. ഒരെണ്ണമെങ്കിലും കിട്ടുമെന്നാണ്. കുറച്ച് കൂടുതൽ കിട്ടിയാൽ അത് ബോണസ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോ ഇതായിരിക്കുന്നു. ഇവിടെയും നിങ്ങൾ നോക്കൂ, ടാൻജന്റ് നോക്കുമ്പോൾ 0 കിട്ടും. ഇവിടെയും കിട്ടും. ഇവിടെ നോക്കൂ, 1 2 3 4 5 11 5 എക്സ്ട്രീമ പോയിന്റ്സ്. 3 മാക്സിമം 2 മിനിമം. അപ്പൊ സി ഒരു 5 എണ്ണമെങ്കിലും വരും. ഇതാണ് അവര് പറഞ്ഞത്. ഇതാണ് അവര് അങ്ങനെ ഒരു തിയറം വെച്ചിട്ട് പറഞ്ഞത്. അതായത് എയുടെയും ബിയുടെയും ഇടയിൽ കണ്ടിന്യൂസ് ആയ, ഓപ്പൺ ഇന്റർവെൽ എയുടെയും ബിയുടെ ഇടയിൽ ഡിഫറൻഷ്യബിൾ ആയ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും 0 ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ എയുടെയും ബിയുടെ ഇടയിൽ നിങ്ങൾക്ക് സി എന്നൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ആ സി എന്ന പോയിന്റില് എക്സ്ട്രീമ സംഭവിക്കും. അതായത് എഫ് ഡാഷ് ഓഫ് സി 0. ഇതാണ് റോൾസ് തിയറം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ തിയറം.
ഇത് എത്രയും നന്നായിട്ട് പഠിച്ചു വെക്കുക. Let f be continuous on the closed interval AB and differentiable on open interval AB. എന്തുകൊണ്ട് അങ്ങനെ എടുത്ത് പറയുന്നു എന്നുള്ളതിന്റെ കാരണമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും പൂജ്യമാണെങ്കിൽ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഫംഗ്ഷൻ വാല്യൂ എൻഡ് പോയിന്റുള്ള ഫംഗ്ഷൻ വാല്യൂ പൂജ്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു പോയിന്റ് സി കണ്ടുപിടിക്കാൻ കഴിയും. പോയിന്റ് സി കണ്ടുപിടിക്കാൻ കഴിയും എവിടെ? എയുടെയും ബിയുടെയും ഇടയിൽ, എയുടെയും ബിയുടെ ഇടയിൽ, സച്ച് ദാറ്റ് അവിടെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അതായത് അവിടെ അവിടെ എന്താണ് റിലേറ്റീവ് എക്സ്ട്രീമി ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. റിലേറ്റീവ് എക്സ്ട്രീമി ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ആൻഡ് ദാറ്റ് ഇസ് യുവർ റൂൾസ് തിയറം. കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. റോൾസ് തിയറത്തിന്റെ കാര്യം കഴിഞ്ഞു. Now we will be looking for an example. ദാ കിടക്കുന്നു. എക്സാമ്പിളില് ഇവര് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² - 5 + 4 ആയിക്കോട്ടെ. നിങ്ങൾക്കറിയാം ഇത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇത് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. അതായത് ഇതിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് സുഖമായി എടുക്കാം. ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതെയൊന്നും ഇരിക്കില്ല. ഡെറിവേറ്റീവ് 2x - 5 അതെല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആയ ഫംഗ്ഷനാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ടു എക്സ് ഇന്റർസെപ്റ്റ് ഓഫ് ദി ഫംഗ്ഷൻ. എക്സ് ഇന്റർസെപ്റ്റ് മനസ്സിലാക്കുക. ഫംഗ്ഷന്റെ എക്സ് ഇന്റർസെപ്റ്റ്, അതായത് ഫംഗ്ഷൻ എക്സിനെ തൊടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫ് ഓഫ് എക്സ് 0 ആവുക എന്നാണ് കേട്ടോ. ഫംഗ്ഷൻ എക്സിനെ തൊടുക എന്ന് പറഞ്ഞാൽ കണ്ടോ, എഫ് ഓഫ് എക്സ് 0 ആവും. നിങ്ങൾ തന്നെ പറ, ഫംഗ്ഷൻ എക്സിനെ തൊടുന്ന സമയത്ത് ഫംഗ്ഷൻ വാല്യൂ പൊക്കം, എക്സ് ആക്സിസിൽ നിന്നുള്ള പൊക്കം 0 ആയിരിക്കും. അതായത് ഫംഗ്ഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷൻ വാല്യൂ എപ്പോൾ 0 ആവും. ഫംഗ്ഷൻ വാല്യൂ എപ്പോൾ 0 ആവുമെന്ന് കണ്ടുപിടിക്കും. അതിനുശേഷം ആ രണ്ട് പോയിന്റിന്റെ ഇടയിൽ ഒരു സി കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് അവിടെയുള്ള ഡെറിവേറ്റീവ് 0 ആയിരിക്കണം എന്നുള്ളതാണ് കാര്യം. ശരി, അപ്പൊ നമുക്ക് എന്തായാലും പ്രോബ്ലത്തിലേക്ക് കടക്കാം. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x² - 5x + 4. x² - 5x + 4 അതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മള് ഇയാൾ എപ്പോ 0 ആവും നോക്കും. അതായത് എഫ് ഓഫ് എക്സ് എപ്പോ 0 ആവും. അതായത് x² - 5x + 4 എപ്പോ 0 ആവും. x² - 5x + 4 എപ്പോ 0 ആവും. അത് നോക്കാനായിട്ട് നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് x² - 4x - x + 1 + 4 = 0. അതായത് -4 × -1 4 ആണ്. -4 + -1 -5 ആണ്. അതുകൊണ്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. എക്സ് കോമൺ എടുക്കുമ്പോൾ x - 4 കിട്ടും. ഇവിടെ -1 കോമൺ എടുക്കുമ്പോൾ x - 4 കിട്ടും. x - 4 കോമൺ എടുക്കുമ്പോൾ ബാക്കി x - 1 കിട്ടും. അതായത് x = 4ഉം x = 1. x = 4ഉം x = 1. ഇന്റർവെൽ എടുക്കുന്നു, 1 മാർക്ക് ചെയ്യുന്നു, 4 മാർക്ക് ചെയ്യുന്നു. ഇവിടെ രണ്ടിടത്തും ഫംഗ്ഷൻ 0 ആണ്. 1, 4 എന്ന ഇന്റർവെല്ലിന്റെ രണ്ട് സൈഡിലും ഫംഗ്ഷൻ 0 ആണ്. അതായത് എഫ് ഓഫ് 1ഉം 0 ആണ്, എഫ് ഓഫ് 4ഉം 0 ആണ്. എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിച്ച് 1ഉം 4ഉം. നിങ്ങൾക്കറിയാം ഫംഗ്ഷൻ, പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 1, 4. എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ 1, 4. മാത്രമല്ല എൻഡ് പോയിന്റ് ആയ 1ലും 4ലും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. എൻഡ് പോയിന്റ് ആയ 1ലും 4ലും ഫംഗ്ഷൻ വാല്യൂ എന്തുവാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് എപ്പോഴെങ്കിലും 0 ആവും. ഇതിന്റെ ഇടയിൽ ഡെറിവേറ്റീവ് എപ്പോഴെങ്കിലും 0 ആവും.
ഞാൻ ഇയാളുടെ ഡെറിവേറ്റീവ് എടുത്തു എഫ് ഡാഷ് ഓഫ് എക്സ് 2x മൈനസ് 5. എഫ് ഡാഷ് ഓഫ് എക്സ് എപ്പോഴെങ്കിലും 0 ആവുമല്ലോ, 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അതായത് 2x മൈനസ് 5 ഈക്വൽ ടു 0. അതായത് 2x ഈക്വൽ ടു 5, x is equal to 5/2. That is equal to 2.5. എക്സ് വാല്യൂ 2.5 ആവുമ്പോൾ ഡെറിവേറ്റീവ് 0 ആവും. നോക്കൂ, 2.5 2.5 എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലുള്ള വാല്യൂ തന്നെയാണ്. അതിന്റെ ഇടയിലുള്ള വാല്യൂ, അതിന്റെ ഇടയിൽ ഡെറിവേറ്റീവ് 0 ആയി. അതായത് നമ്മുടെ സി എന്ന് പറയുന്നത് 2.5. നമ്മുടെ സി എന്ന് പറയുന്നത് 2.5 ആണ് കൺഫേംഡ്. സി വാല്യൂ കിട്ടി, അത് 2.5 ആണ് കാര്യങ്ങൾ. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എഫ് ഓഫ് എക്സ് അവിടെ ഡിഫറൻഷ്യബിൾ ആണ്. അതിന്റെ ഇടയിൽ നമുക്ക് സി എന്നൊരു വാല്യൂ കണ്ടുപിടിക്കാം, സച്ച് ദാറ്റ് അവിടെയുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഡൺ. അപ്പൊ റോൾസ് തിയറം വെരിഫൈ ആയി. റോൾസ് തിയറം വെരിഫൈ ആയി. വേണമെങ്കിൽ നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ ഒന്ന് നമുക്ക് വരച്ച് നോക്കാം. ഫിഗർ ഒന്ന് വരച്ച് നോക്കുമ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അപ്പൊ നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 4. ഇതാണ് ഫിഗർ. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എക്സ് ഇന്റർസെപ്റ്റ് 1ഉം 4ഉം, അതിന്റെ ഇടയിൽ ഫംഗ്ഷൻ പോകുന്ന ഇങ്ങോട്ടാണ്. നോക്കൂ, എക്സ്ട്രീമം പോയിന്റ് കിട്ടി. 2.5ലാണ് എക്സ്ട്രീമം സംഭവിച്ചത്. 2.5ല് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0. ഇവിടത്തെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് ഇയാൾക്ക് പാരലൽ. ഇതാണ് നമ്മുടെ വാല്യൂ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ,